ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള ഫിഷിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫിഷുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള മോളി ഫിഷുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഏതെല്ലാം കളറിലുള്ള മോളി ഫിഷുകൾ ഉണ്ടെന്നാണ് പറയാനായി പോകുന്നത്. ഏകദേശം 3 വ്യത്യസ്ത കളറിലുള്ള 3 പെയർ മോളി ഫിഷുകളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അവ വൈറ്റ് കളറിലുള്ള ഒരു പെയർ മോളി ഫിഷ്, ഓറഞ്ച് കളറിലുള്ള ഒരു പെയർ മോളി ഫിഷ്, അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു പെയർ മോളി ഫിഷ് എന്നിവയാണ്. ഇനി ഇവയിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിഷിനെയാണ് പരിചയപ്പെടുത്താനായി പോകുന്നത്. ഇവരുടെ മെയിൽ ഫീമെയിലിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആദ്യം വൈറ്റ് മോളിയുടെ നോക്കാം. വൈറ്റ് മോളിയിലെ ഫീമെയിൽ ഫിഷ് ആണിത്. ഇതിന്റെ ഡോർസൽ ഫിൻ എന്ന് പറയുന്നത് ചെറുതും അനൽ ഫിൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ളതുമാണ്. വൈറ്റ് മോളിയിലെ മെയിൽ ഫിഷ് ആണ് ഇക്കാണുന്നത്. ഇതിന്റെ ഡോർസൽ ഫിന്ന് വലുതും അതേപോലെ തന്നെ വയറിനടിയിലായി ഗോണോപോഡും കാണാനായി സാധിക്കും. ഇനി നമുക്ക് ഓറഞ്ച് മോളിയിലെ മെയിൽ ഫീമെയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓറഞ്ച് മോളിയിലെ ഫീമെയിൽ ഫിഷ് ആണ് ഇക്കാണുന്നത്. ഇതിന്റെ മുതിച്ചിറകെന്ന് പറയുന്നത് ചെറുതും അതേപോലെ തന്നെ വയറിനടിയിലായി അനൽഫിന്നും കാണാനായി സാധിക്കും. ഇനി ഓറഞ്ച് മോളിയിലെ മെയിൽ ഫിഷ് ആണ് ഇക്കാണുന്നത്. ഇതിന്റെ മുതിച്ചിറകെന്ന് പറയുന്നത് ഫീമെയിൽ ഫിഷിനെ അപേക്ഷിച്ച് വലുതും അതേപോലെ തന്നെ വയറിനടിയിലായി ഒരു കൂർത്ത അഗ്രവും കാണാനായി സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് മോളിയുടെ മെയിൽ ഫീമെയിലിനെയാണ്. അപ്പോൾ ഇക്കാണുന്നതാണ് ബ്ലാക്ക് മോളിയിലെ ഫീമെയിൽ ഫിഷ് എന്ന് പറയുന്നത്. വ്യത്യസ്ത കളറാണെങ്കിലും തിരിച്ചറിയേണ്ട രീതി എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഫീമെയിൽ ഫിഷിന്റെ ഡോർസൽ ഫിൻ എന്ന് പറയുന്നത് ചെറുതും അതേപോലെ തന്നെ അനൽ ഫിന്നുമാണ് ഫീമെയിൽ ഫിഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി ബ്ലാക്ക് മോളിയുടെ മെയിൽ ഫിഷിനെ നോക്കാം. ഫീമെയിൽ ഫിഷിന്റെ ഡോർസൽ ഫിന്നിനെ അപേക്ഷിച്ച് മെയിൽ ഫിഷിന്റെ ഡോർസൽ ഫിന്ന് കുറച്ചുകൂടെ വലുതായിരിക്കും. അതേപോലെ തന്നെ വയറിനടിഭാഗത്തായി കൂർത്ത ഒരു അഗ്രവും കാണാനായി സാധിക്കും. ഇനി നമ്മൾ മോളി ഫിഷിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. അലങ്കാര മത്സ്യ വളർത്തൽ രംഗത്ത് ശ്രദ്ധേയമായ ഒരു ശുദ്ധജല മത്സ്യമാണ് മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. ഗപ്പി, എൻഡിലർ മത്സ്യം എന്നിവ ഉൾപ്പെടുന്ന പോയ്സിലിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ഇവ മെക്സിക്കോയ്ക്ക് തദ്ദേശീയമാണ്. താരതമ്യേന ലവണാംശം കൂടിയ ജലത്തിൽ കഴിയുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് മോളി ഫിഷ്. ഇവയിൽ ആൺമത്സ്യം എന്ന് പറയുന്നത് പെൺമത്സ്യത്തെ അപേക്ഷിച്ച് താരതമ്യേന ചെറുതാണ്. അതേപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള ഒരു ആൺമത്സ്യത്തിന് ശരാശരി 8 സെന്റിമീറ്ററും പെൺമത്സ്യത്തിന് 12 സെന്റിമീറ്ററുമാണ് നീളം വരുന്നത്. ഏകദേശം 3 മുതൽ 5 വർഷം വരെയാണ് ഇവരുടെ ഒരു ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത്. താരതമ്യേന ശാന്ത സ്വഭാവക്കാരായ ഇവ കൂട്ടമായി സഞ്ചരിക്കുന്ന സ്വഭാവക്കാരാണ്. ഇത്തരം കൂട്ടങ്ങളിൽ ഒരാൺമത്സ്യവും അനേകം പെൺമത്സ്യങ്ങളും കാണും. ഇവ പ്രധാനമായും സസ്യഭുക്കുകളാണ്. പായലുകളും മറ്റ് ജലസസ്യങ്ങളുമാണ് പ്രകൃതിയിൽ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. വളർത്തു മത്സ്യങ്ങൾക്ക് പല്ലറ്റിന് പുറമെ ചീരയും വെള്ളരിക്കയും നൽകാവുന്നതാണ്. ചെമ്മീൻ പരിപ്പും ചെറിയ വിരകളും ഇവ അകത്താക്കാറുണ്ട്. ഏകദേശം 8 ആഴ്ച പ്രായം എത്തുമ്പോൾ തന്നെ ഇവ പ്രജനനത്തിന് സജ്ജമാകുന്നു. ഇവയിൽ ആൺമത്സ്യത്തിന്റെ പിൻചിറക് കൂർത്തതാണ്. പെൺമത്സ്യത്തിന്റെ ഉദരം താരതമ്യേന വലുതും. എന്നാൽ ആൺമത്സ്യത്തിന്റെ പിൻചിറക് എന്ന് പറയുന്നത് വിശറിയുടെ ആകൃതിയിലും. മറ്റ് പല മത്സ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവയിൽ ബീജസങ്കലനം ആന്തരികമാണ്. അതായത് ഗപ്പി, പ്ലാറ്റി, സ്വാറ്റ് എന്നീ മത്സ്യങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു മത്സ്യമാണ് മോളി ഫിഷുകൾ. 35 മുതൽ 45 ദിവസം വരെയാണ് ഇവരുടെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത്. ഒറ്റ പ്രസവത്തിൽ ഇവയ്ക്ക് ഏകദേശം 100 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും. പ്രകൃതിയിൽ ഇവയ്ക്ക് പൊതുവെ വെള്ളി നിറമാണെങ്കിലും മത്സ്യകർഷകർ വിവിധ നിറത്തിലുള്ള മോളി ഫിഷുകളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പോയ്സിലിയ ജനുസിൽപ്പെട്ട മറ്റു മത്സ്യങ്ങളും മോളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവ ബലൂൺ മോളി, പായ്ച്ചിറകൻ, കിന്നരിവാലൻ എന്നിങ്ങനെ പലതരത്തിലുള്ളവയാണ്. ഗപ്പിയെ പോലെ തന്നെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു മത്സ്യമാണ് മോളി ഫിഷ്. ഒരുപാട് വെറൈറ്റി മോളികൾ മാർക്കറ്റുകളിൽ ഇന്ന് ലഭ്യമാണ്. അക്കൂട്ടത്തിൽ ഹൈബ്രിഡ് മോളികളും ഉൾപ്പെടുന്നുണ്ട്. ഗപ്പികളെ പോലെ തന്നെ ഒരുപാട് പെറ്റുപെരുകുന്ന മത്സ്യം ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു മത്സ്യമാണ് മോളി ഫിഷുകൾ. ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് തന്നെ ഡിസീസ് വന്ന് പെട്ടെന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കെയർ കൊടുത്ത് വളർത്തേണ്ട ഒരു ഫിഷ് കൂടിയാണ് മോളി ഫിഷ്. ഏകദേശം 22 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവർക്ക് ആവശ്യമായ വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഗപ്പി, പ്ലാറ്റി, സ്വാറ്റ് എന്നീ മത്സ്യങ്ങളെ മോളി ഫിഷിന്റെ ടാങ്ക് മേറ്റ് ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന
ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ഇനി ഇതിന്റെ ബ്രീഡിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2 ഫീമെയിലിന് 1 മെയിൽ എന്ന കണക്കിൽ ഇടാവുന്നതാണ്. അതേപോലെ ഗപ്പികളെ പോലെ അതിന്റെ കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു ടെൻഡൻസി ഇവരിൽ കണ്ടുവരാറില്ല. എന്നിരുന്നാലും കുട്ടികളെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതായിരിക്കും അവരുടെ ഗ്രോത്തിന് നല്ലത്. എന്തായാലും നമ്മൾ നമ്മുടെ ഫിഷിനെ എല്ലാം അതിന്റെ ടബിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യാനായി പോവുകയാണ്. ഈ ഒരു ഫിഷിനെ ഏകദേശം പെയറിന് 30 രൂപ നിരക്കിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാന്റഡ് ടാങ്കുകളിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മീൻ തന്നെയാണ് മോളി ഫിഷുകൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.